നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കിഫ്ബിയുടെ മസാല ബോണ്ടുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ വികസനം തടയുന്നതിനുള്ള നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വിവാദങ്ങൾ ഉയർത്തി നാടിന്റെ വികസനം തടയാൻ അനുവദിക്കില്ല. മസാല ബോണ്ടുകൾ വാങ്ങിയ CDPQ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപം നടത്തുന്ന സമ്പന്ന കമ്പനികളിൽ ഒന്നാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ നാടിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാടിന്റെ വികസനത്തിനുതകുന്ന ഫണ്ട് വരുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ്. കേരളത്തെ എപ്പോഴും ഒരു വിവാദത്തിന്റെ സ്ഥലമാക്കി മാറ്റണം, ഒപ്പം വികസനം തടയണം. രണ്ടും ദിവാസ്വപ്നങ്ങളാണ്. നമ്മുടെ നാടിന്റെ വികസനത്തിന് ഉപകരിക്കുന്ന ഒരു ഫണ്ട് വാങ്ങുമ്പോൾ അത് തടയാൻ ശ്രമിക്കുന്നത് രണ്ട് കാര്യമേ ഉള്ളൂ. അതിന് ഒന്ന്, കേരളം എപ്പോഴും ഒരു വിവാദത്തിന്റെ സ്ഥലമാക്കി മാറ്റണം. പിന്നെ വികസനം തടയണം. ഇത് രണ്ടും ഒരു ദിവാസ്വപ്നം മാത്രമാണ് കേട്ടോ. കിഫ്ബി പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. കിഫ്ബിക്ക് ഫണ്ട് വാങ്ങാനും ചെലവിടാനും കർശന ധനമാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. കിഫ്ബിക്ക് ഫണ്ട് ലഭ്യമാക്കാനുള്ള മാർഗങ്ങളിലൊന്നാണ് മസാല ബോണ്ടുകൾ. കിഫ്ബി ധനകാര്യ സ്ഥാപനങ്ങളുമായി വിലപേശിയല്ല മസാല ബോണ്ട് വഴി ഫണ്ട് ശേഖരിക്കുന്നത്, മുഖ്യമന്ത്രി വ്യക്തമാക്കി. കിഫ്ബിയുടെ ഫണ്ട് വാങ്ങുന്നതിനും ചെലവിടുന്നതിനും കർശനമായ ധനമാനദണ്ഡങ്ങൾ പാലിച്ചു പോവുകയും ചെയ്യുകയാണ്. കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ വാങ്ങിയ CDPQ കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഫണ്ട് നിക്ഷേപിക്കുന്നുണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കിഫ്ബിയുടെ വ്യവസ്ഥയനുസരിച്ച് ഫണ്ട് വാങ്ങാൻ ഫണ്ട് തരാൻ അവർ സന്നദ്ധമായി. കിഫ്ബി നിശ്ചയിച്ചിരിക്കുന്ന പലിശ കഴിഞ്ഞ കാലങ്ങളിൽ സമാനമായ ധനസമാഹരണത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. റിസർവ് ബാങ്കുമായി ചർച്ച ചെയ്താണ് പലിശ നിശ്ചയിച്ചിരിക്കുന്നത്. കിഫ്ബി നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയാണ് ഞങ്ങളുടെ പലിശ. ആ പലിശ ഈ കഴിഞ്ഞൊരു വർഷം ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കടം വാങ്ങുന്നതിന് നൽകുന്ന പലിശയിൽ ഏറ്റവും കുറഞ്ഞതാണ്. അതേസമയം വിവാദത്തെക്കുറിച്ച് പത്രങ്ങളിൽ വായിച്ച അറിവേ ഉള്ളൂവെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് വ്യക്തമായി പഠിച്ചു പറഞ്ഞ കാര്യങ്ങളെ പിന്തുണയ്ക്കുകയാണെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. റിപ്പോർട്ടർ, മലപ്പുറം. വിഷയത്തിൽ മേരി ജോർജ്, സാമ്പത്തിക വിദഗ്ധ പ്രസാദ്, ഒപ്പം തന്നെ തോമസ് ഐസക്കിനെയും VD സതീശിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീമതി മേരി ജോർജ്, SNC ലാവലിൻ കമ്പനിക്ക് CDPQവിൽ 20% ഷെയറുണ്ട്. അതുകൊണ്ട് മസാല ബോണ്ടിൽ CDPQ എന്ന കാനഡയിലെ പെൻഷൻ ഫണ്ട് സ്ഥാപനത്തിന് ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്നുണ്ടോ? അതാണ് അതിൻ്റെ ധാർമ്മികമായ വശം എന്ന് പ്രതിപക്ഷം കരുതുന്നതിൽ സാങ്കത്യമുണ്ടോ? തീർച്ചയായിട്ടും അതിൽ സാങ്കത്യമില്ല. കാരണം SNV ലാവലിന് 20%, അതായത് CDPQ അല്ലെങ്കിൽ ലാവലിൻ CDPQവിൽ 20% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു കാരണവശാലും കിഫ്ബിയിൽ CDPQ ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇത്ര വലിയ പലിശ എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം 9.72% പലിശയ്ക്ക് വായ്പ എടുക്കുന്നു എന്നുള്ളത് 25 വർഷത്തേക്കാണ് എന്നോർക്കണം. വായ്പയുടെ കാലാവധി വർദ്ധിക്കുന്നതിനനുസരിച്ച് സാധാരണ രീതിയിൽ പലിശ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം ദീർഘകാലത്തേക്ക് ലോർഡ് കെയ്ൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ടുമോറോ വി ആർ ഓൾ ഡെഡ് എന്ന് വെച്ചാൽ നാളെ നാം എല്ലാവരും മരിക്കേണ്ടവരാണ്. അഥവാ നാളെ എന്ന് പറയുന്നത് അൺസർട്ടൺ ആണ്. അപ്പോൾ ഇവിടെ നാളെ എന്ന് പറയുന്നത് 25 വർഷത്തിന് ശേഷമാണ് എന്ന് നാം ഓർക്കണം. 25 വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കേണ്ട പ്രിൻസിപ്പൽ സം തിരിച്ചടയ്ക്കേണ്ട ഒരു വായ്പ എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ആരാണോ ആ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ ബോണ്ടിൽ നിന്ന് കൃത്യമായി വരുന്ന വരുമാനം അതെത്രയാണ് എന്ന് നോക്കും. സാമാന്യേന 9.72% എന്ന് പറയുന്നത് തരക്കേടില്ലാത്ത വരുമാനമാണ്. ഇതുപോലെ ദീർഘകാല വായ്പകൾ ഇതിനേക്കാൾ കുറഞ്ഞ പലിശയ്ക്ക്
കിട്ടുകയില്ല എന്ന് പറയുന്നത് തീർത്തും ശരിയാണ്. ശ്രീമതി മേരി അപ്പം ജോർജ്, അതുകൊണ്ട് അതാണ് താങ്കളുടെ 9.72% പ്രാഥമിക വാദം. ഞാൻ മടങ്ങിയെത്താം പലിശ ശ്രീമതി മേരി വലുതാണെന്ന് ജോർജ് ഈ വാദങ്ങളിൽ. പ്രസാദ്, ഒന്ന് SNC ലാവലിൻ CDPQ-ൽ 20% അല്ലെങ്കിൽ മുഖ്യ ഓഹരി ഉണ്ട് എന്നുള്ളത് മസാല ബോണ്ടിൽ CDPQ എന്ന കാനഡയിലെ പെൻഷൻ ഫണ്ട് സ്ഥാപനത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനോ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് തടയുന്നതിനുള്ള സാധൂകരണമല്ല എന്നാണ് ശ്രീമതി മേരി ജോർജ് പറയുന്നത്. പക്ഷേ 9.72 കൂടിയ പലിശയാണ് എന്ന വാദവും മേരി ജോർജിനുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പലിശ കൂടുതലല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. കൂടുതൽ കുറഞ്ഞ നമ്മൾ കൂടിയ പലിശ ഈ 25 വർഷത്തെ വായ്പ എടുക്കുമ്പോൾ അതിന് അത്തരത്തിലൊരു പലിശ കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഡോക്ടർ മേരി ജോർജ് ഇപ്പോൾ പറഞ്ഞത്. എന്തായിരുന്നാലും ഈ പലിശ നിരക്കിനെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നത് ഈ പ്രതിപക്ഷ നേതാവിനെ ആരാണ് ഉപദേശിക്കുന്നതെന്നാണ്. കാരണം ബോണ്ട് മാർക്കറ്റ് കിഫ്ബിയുടെ മാത്രമോ അല്ലെങ്കിൽ മസാല ബോണ്ട് മാത്രമോ അല്ലല്ലോ. അന്തർദേശീയ തലത്തിൽ ഉള്ള വലിയ വിപണിയാണ് ബോണ്ട് മാർക്കറ്റ്. ഇതിലെ പലിശ നിരക്ക് തീർച്ചയായിട്ടും പരസ്പര ബന്ധിതമാണ്. ഈ പലിശ നിരക്കിനെ നിർണ്ണയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വായ്പയുടെ ലഭ്യതയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം പണത്തിന് വളരെയേറെ ഞെരുക്കമുണ്ട്. പണത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. ബാങ്കുകളുടെ പ്രതിസന്ധി കാരണം, NBFCയുടെ പ്രതിസന്ധി കാരണം. അന്തർദേശീയ വിപണിയിൽ ഇക്കാര്യം വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ പൊതുവേ ബോണ്ടിൻ്റെ ഈൽഡ് വളരെ കൂടുതലാണിപ്പോൾ. ബോണ്ടിന് ആവശ്യപ്പെടുന്ന പലിശ നിരക്ക് കൂടുതലാണ്. അതുമായിട്ട് കൂടി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ BBB റേറ്റിങ്ങിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ പലിശ നിരക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ന്യായയുക്തമായ ഒന്നാണ്. ഇവിടെ ഇത് ആലോചിച്ച് നോക്കുക. അതായത് SNC ലാവലിനുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിക്ക് ഉയർന്ന പലിശ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചൊരു പലിശ നിരക്ക് അനൗൺസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അസംബന്ധമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചില വാദങ്ങളുണ്ട്. കൊച്ചി മെട്രോ ഫ്രഞ്ച് കമ്പനി ADF 1350 കോടി രൂപ നൽകിയപ്പോൾ 1.35 ആയിരുന്നു പലിശ നിരക്ക്. ബംഗ്ലാദേശിന് ലോകബാങ്ക് വായ്പ നൽകിയത് 2.5% മുംബൈ പലരും ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു ഉദാഹരണം മുംബൈ അഹമ്മദാബാദ്. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ തെറ്റായ ഉപദേശം കൊടുത്തതിൻ്റെ ഏറ്റവും കൃത്യമായ ദൃഷ്ടാന്തം. ഈ 1.52% പലിശ എന്ന് പറയുന്ന രൂപയിലല്ല, ഡോളറിലാണ്. അത് ഡോളറിന് കൊടുക്കേണ്ട പലിശയാണ്. ഡോളറിൽ പലിശ കൊടുക്കുമ്പോൾ ഈ ഡോളർ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത് കൺവേർട്ട് ചെയ്യണം. അതിന് ഒരു ഫോറിൻ എക്സ്ചേഞ്ച്. ഇത് മാത്രമല്ല, ഈ ഫ്രഞ്ച് കമ്പനിക്ക് വേറെയും ഉദ്ദേശങ്ങളുണ്ടല്ലേ. അവരുടെ മെട്രോ ഒരുപാട് കണ്ടീഷൻസ് ആണല്ലോ. അതായത് അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്നുള്ള കണ്ടീഷൻസ് ഒന്ന്. മറ്റൊന്ന്, ഇതിൻ്റെ കോസ്റ്റ് ഓഫ് കൺവേർഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. പിന്നീട് വായ്പ തിരിച്ചടയ്ക്കുന്ന ഓരോ ഘട്ടത്തിലും അതാത് സമയത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് വാങ്ങിച്ചു വേണം അങ്ങോട്ട് കൊടുക്കാൻ. ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റേറ്റും ഒക്കെ ഇതിലേക്ക് ഫാക്ടർ ഇൻ ചെയ്യുമ്പോൾ അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന പല കോംപ്രമൈസും ഇതൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ 9.72 എന്ന ഇന്ത്യൻ രൂപ നിരക്കിൽ ഉള്ള പലിശ അത് ഏറ്റവും ന്യായയുക്തമായ ഒന്നാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ അന്തർദേശീയ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വളരെ സങ്കീർണമായൊരു പ്രക്രിയയിലൂടെ തീരുമാനിക്കപ്പെടുന്ന ഒന്നാണ്. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായൊരു ഇടപെടലിലൂടെ പലിശ നിരക്ക് തീരുമാനിക്കുന്നു. നമുക്ക് വി ഡി സതീശൻ, കോൺഗ്രസ് നേതാവ്. ശ്രീ വി ഡി സതീശൻ ഇല്ല. ശ്രീ വി ഡി സതീശൻ കേൾക്കാമെങ്കിൽ കേൾക്കാമോ എന്നെ? വി ഡി സതീശൻ എന്നെ കേൾക്കാമോ? വി ഡി സതീശനിലേക്ക് വരാം. ഒരിക്കൽ കൂടി ഞാൻ ശ്രമിക്കാം. ശ്രീമതി മേരി ജോർജ്, കുറഞ്ഞ പലിശ നിരക്കിൽ രമേശ് ചെന്നിത്തല പറയുന്നത് ഇതാണ്: കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് സംസ്ഥാന ബോണ്ടുകളിൽ വായ്പ നൽകുമ്പോൾ എന്തിനാണ് കാനഡയിൽ നിന്ന് വായ്പ എടുത്തത് എന്ന് വിശദമാക്കണം എന്നാണ്. സംസ്ഥാന ബോണ്ടുകളിൽ 12,000 കോടി രൂപ വരെ വായ്പ നൽകാമെന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചപ്പോൾ CDPQ നിക്ഷേപം സംശയകരമാണത്രേ. അതായത് പ്രതിപക്ഷ നേതാവ് ശ്രീ ചെന്നിത്തല പറഞ്ഞത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്രമാത്രം വായ്പ വേണമെങ്കിലും തരും എന്ന അർത്ഥത്തിലല്ലല്ലോ. അതായത് നിയമാനുസൃതമായി ഒരു സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്ന വായ്പ അത് ഇത്ര ശതമാനം എന്ന രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ആ തരത്തിൽ ലഭ്യമാകും. പക്ഷേ അത് മാത്രവുമല്ല, അത് പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ചില ഒരു പരിധിയുണ്ട് ഈ വായ്പയ്ക്ക്. ഒന്നുകൂടി തടസ്സപ്പെടുത്തുന്നു ശ്രീമതി മേരി ജോർജ്, എന്നോട് ക്ഷമിക്കണം. ഞാൻ മടങ്ങിയെത്താം. വി ഡി സതീശൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി ഡി സതീശൻ, ഈ CDPQ ബോണ്ടുകളുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ആക്ഷേപം എന്താണ്?
ശ്രീ വി ഡി സതീശൻ, CDPQ ബോണ്ടുകളുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം എന്താണ്? വി ഡി സതീശൻ കേൾക്കാമോ? കേൾക്കാം. ശ്രീ വി ഡി സതീശൻ, എന്റെ ചോദ്യം CDPQ ബോണ്ടുകളുടെ കാര്യത്തിൽ UDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ഈ കമ്പനിക്ക് SNC ലാവലുമായി ബന്ധമുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ഈ ബോണ്ട് വിറ്റിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ അകത്ത് വൻ തുകയാണ് പലിശയായിട്ട്, വലിയ റേറ്റ് ആണ്. 9.78% പലിശയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കേൾക്കാമല്ലോ ഞാൻ പറയുന്നത്? കേൾക്കുന്നു സതീശൻ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? സതീശൻ പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്, പറഞ്ഞോളൂ. 9.78% പലിശയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഫ്രഞ്ച് കമ്പനിയിൽ നിന്ന് 1350 കോടി രൂപ ലോണായി 25 വർഷത്തേക്ക് വാങ്ങിച്ചിരിക്കുന്നത് 1.35% ഇൻട്രസ്റ്റിനാണ്. എന്തിനാണ് ഇത്രയും വലിയ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ സംസ്ഥാനത്തിലേക്ക് വലിയ കടബാധ്യത വരുത്തുന്ന, വലിയ ഭാരം വരുത്തുന്ന ഇത്രയും വലിയൊരു റേറ്റിൽ, ഇത്രയും വലിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇത്രയും വലിയൊരു തുക ലോണായി വാങ്ങിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. രണ്ട് കാര്യങ്ങൾ. ഒന്ന് SNC ലാവലിനുമായിട്ടുള്ള ബന്ധം. പക്ഷേ SNC ലാവലിനിൽ CDPQവിന് 20% ഷെയർ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് കനഡ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പെൻഷൻ ഫണ്ടാണ് അല്ലേ? അപ്പോൾ ആ പെൻഷൻ ഫണ്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നു. അതിലൊന്ന് SNC ലാവലിനാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ CDPQവിൻ്റെ നിക്ഷേപം സ്വീകരിച്ചുകൂടാ എന്ന് പറയുന്നതിൽ ഔചിത്യമുണ്ടോ? അങ്ങനെയാണോ അത് സാധാരണഗതിയിൽ ഒരു ഇന്റർനാഷണൽ ട്രേഡിംഗ്? അല്ല, കേരളത്തിലെ സർക്കാർ SNC ലാവലിനുമായിട്ടുള്ള ഒരു വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിലെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ലോൺ വാങ്ങിക്കാൻ അവസാനം എത്തിയിരിക്കുന്നത് SNC ലാവലിനുമായി ബന്ധമുള്ള കമ്പനിയിലാണ്. SNC ലാവലിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഇപ്പോ ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത്, CDPQവിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. ആദ്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞത് ഈ SNC ലാവലുമായിട്ട് ഒരു ബന്ധവും ഈ കമ്പനിക്ക് ഇല്ലെന്നാണ്. പിന്നീട് ഡോക്ടർ KM എബ്രഹാമാണ് പറഞ്ഞത് ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു. രണ്ടാമത് ധനകാര്യമന്ത്രി പറഞ്ഞത് ഒരു ചെറിയ ബന്ധമുണ്ടെന്നാണ്. ചെറിയ ബന്ധമല്ല, SNC ലാവലിന്റെ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് CDPQ ആണ്. അവിടുത്തെ പ്രൈം ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് CDPQ ആണ്. അപ്പൊ SNC ലാവലിനും ഈ കമ്പനി തമ്മിൽ ബന്ധം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. SNC ലാവലിൻ എന്ന് പറയുന്ന കമ്പനി തന്നെ അവിടെ വേൾഡ് ബാങ്ക് 10 വർഷത്തേക്ക് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ്. അവിടെ കനേഡിയൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചുഴലിക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 മന്ത്രിമാരാണ് SNC ലാവലിനുമായിട്ടുള്ള വിവാദത്തിൽ ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തിനാണ് ഇവർ അവിടെ പോയി വാങ്ങിച്ചിരിക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇത്രയും വലിയ ഇൻട്രസ്റ്റിൽ അവിടെ നിന്ന് പോയി ലോൺ എടുത്തിരിക്കുന്നത് എന്താണ്? ഈ വിദേശ പണമെല്ലാം കടം വാങ്ങിക്കുമ്പോൾ ഇത്രയും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഫിനാൻസ് മാർക്കറ്റിൽ ചെറിയ റേറ്റിൽ കൊടുക്കും. ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. RBI അടുത്ത കാലത്ത് 12,000 കോടി രൂപ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യുന്നതിന് തീരുമാനിച്ചു. അത് സ്റ്റേറ്റ് ബോണ്ടുകൾ വഴിയാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന്റെ പലിശ 6% മുതൽ 8% വരെയുള്ള പലിശയുള്ളൂ. കാലഘട്ടം മാറുന്നതനുസരിച്ച്. അപ്പൊ RBI പോലും അപ്രോച്ച് ചെയ്യാതെ ഇന്ത്യയിലെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ, ഇപ്പോൾ റിസഷന് സമാനമായ ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ട്. പല ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളും നടക്കുന്നില്ല. പല ബാങ്കുകളിലും പണം കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഇൻട്രസ്റ്റിൽ നമുക്ക് പണം കിട്ടുമായിരുന്നു. കാരണം ഇവിടുത്തെ പ്രശ്നം, ഇവിടെ ധനകാര്യമന്ത്രി ഒരു കാര്യം കൂടി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കിഫ്ബിയുടെ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ് ഈ മസാല ബോണ്ട് വിൽക്കാൻ പറ്റിയെന്നാണ്. കിഫ്ബിക്ക് ഒരു റേറ്റിംഗും ഇല്ല. കിഫ്ബിയുടെ പെർഫോമൻസ് എന്താണ്? 3 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതികളുടെ 18% മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രോജക്റ്റ് പോലും ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ല. കിഫ്ബിയുടെ അട്രാക്ഷൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതിന്റെ പുറകിലുള്ള സോവറിൻ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അല്ലാതെ കിഫ്ബിക്ക് റേറ്റിംഗ് ഇല്ല. ധനകാര്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് വിനോദ് റോയ് ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്നാണ്. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല ഒരു ഫണ്ടിങ് ഏജൻസിയും ഒരു സ്ഥാപനത്തിന്റെ റേറ്റ് ചെയ്യുന്നത്. അവരുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. ഇവിടെ പെർഫോമൻസ്, കിഫ്ബിയുടെ പെർഫോമൻസ് 0 ആണ്.
ഇവിടെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏത് ഫണ്ടിങ് ഏജൻസിയുടെയും ഏറ്റവും പ്രധാന അട്രാക്ഷൻ സോവറിൻ ഗ്യാരണ്ടി ആയിട്ട് സ്റ്റേറ്റ് നിൽക്കുമ്പോഴാണ് അതിന്റെ അട്രാക്ഷൻ. അപ്പൊ ഈ സ്റ്റേറ്റിന്റെ ഗ്യാരണ്ടിയുടെ പുറത്താണ് ഈ ലോൺ കൊടുക്കുന്നത്. എന്തിനാണ് 9.78% ഇൻട്രസ്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന ഞങ്ങളുടെ ചോദ്യമാണ്. അത് അറിയട്ടെ. നോക്കൂ ശ്രീ വി ഡി സതീശൻ, അതാണ് അതിനെല്ലാം തന്നെയല്ലേ ഇന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ മറുപടി പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, SNC ലാവ്ലിൻ എന്ന കമ്പനിയിൽ CDPQവിന് ഓഹരിയുണ്ട്. അത് SNC ലാവ്ലിൻ നടത്തുന്ന അവരുടെ പ്രവർത്തനങ്ങളിൽ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി, ലാഭം കൊയ്യുന്നതിന് വേണ്ടി CDPQ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ CDPQവിനെ അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു റോഡ് പദ്ധതിക്കോ അല്ലെങ്കിൽ കിഫ്ബി ഏർപ്പാടാക്കുന്ന മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികൾക്കോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എങ്കിൽ അത് വേണ്ട എന്ന് വെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിന് താങ്കളുടേതായിട്ടുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി 9.72 വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ പലിശ നിരക്കാണ് എങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്ക്, നമ്മൾ 50,000 കോടി രൂപയുടെ ഫണ്ടാണ് രൂപീകരിക്കാൻ പോകുന്നത്, അതിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ മറ്റെവിടെ നിന്ന് കിട്ടും? താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു കിഫ്ബിക്ക് യാതൊരു റേറ്റിംഗുമില്ല, കാരണം അത് ഏതെങ്കിലും തരത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയല്ല. അങ്ങനെ ഒരു കമ്പനി നമ്മളിപ്പം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ പോയി ലിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത്തരം കമ്പനികൾ, ഇത്തരം ഫണ്ടിങ് ഏജൻസികൾ ഉയർന്ന പലിശ നിരക്കിലല്ലേ നമ്മുടെ നാട്ടിൽ നിക്ഷേപം നടത്തൂ. ഇവിടെ ഒരു തുടക്കമായില്ലേ ശ്രീ വി ഡി സതീശൻ? ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നായിരിക്കാം ഒരുപക്ഷെ ലോകം കേരളത്തെ കണ്ടിരുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായി ഇപ്പോൾ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ കുറിച്ചിരിക്കുന്നു നമ്മുടെ ട്രേഡിംഗ്. ഇപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ 21-ാം തീയതി മുതൽ നമ്മുടെ ട്രേഡിംഗ് കുറിക്കാൻ പോകുന്നു. അപ്പോൾ ആ നിലയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായി കേരളം മാറുന്നതിൻ്റെ തുടക്കമായി ഇതിനെ കാണാമോ? ഞാൻ ഒരു കാരണവശാലും കാണാൻ പറ്റില്ല. കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പേര് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നും അവരുടെ ക്രെഡിബിലിറ്റി കൊണ്ടോ അവരുടെ പെർഫോമൻസ് കൊണ്ടോ അല്ല. അതിന്റെ പുറകിൽ ഒരു സ്റ്റേറ്റ് ഏജൻസിയാണ്. സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുക്കുന്നതുകൊണ്ടാണ് അവരുടെ റേറ്റിംഗ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പലിശ, ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, കൊച്ചി മെട്രോയ്ക്ക് ഫ്രഞ്ച് കമ്പനിയിൽ നിന്ന് UDF ഗവൺമെന്റ് 1350 കോടി രൂപ 1.35% പലിശയ്ക്ക് എങ്ങനെയാണ് വാങ്ങിച്ചത്? അപ്പൊ 1.35% പലിശ ചില ബാങ്കുകൾ ചില സമയത്ത് അവരുടെ പണം കെട്ടിക്കിടക്കുമ്പോൾ അവര് 1%, 2%, 3%ലേക്ക് വളരെ കുറച്ച് ഇൻട്രസ്റ്റ്. അതൊക്കെ അങ്ങനെയാണോ ശ്രീ വി ഡി സതീശൻ നമ്മൾ കാണേണ്ടത്? നോക്കൂ ഒരു മിനിറ്റ്. ഇപ്പൊ കൊച്ചി മെട്രോയുടെ കാര്യത്തിൽ ഫ്രഞ്ച് കമ്പനി അല്ലെങ്കിൽ ADF 1350 കോടി രൂപ 1.35% പലിശക്ക് നമുക്ക് വായ്പ നൽകി എന്നുള്ളത്. അതിന് പകരം നമ്മൾ അവരുടെ എക്യുപ്മെന്റ്സ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിട്ടില്ലേ? അപ്പോൾ പരസ്പര പൂരകമാണ്. നിങ്ങൾ ഞങ്ങളുടെ എക്യുപ്മെന്റ്സ് വാങ്ങൂ, അതിന് പകരം ADFൽ നിന്ന് ഞങ്ങൾ 1.35%-ന് 1350 കോടി രൂപ നൽകാം എന്ന് ഫ്രഞ്ച് കമ്പനി പറയുന്ന ഡീലും ഈ ഡീലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി അങ്ങനെയാണ് എങ്കിൽ ADF 1350 കോടി രൂപ 1.35 പലിശ നിരക്കിൽ നൽകുന്നു എന്ന് പറയാം. അത് ഒരുപക്ഷെ ഉയർന്ന പലിശയായി നമുക്ക് തോന്നാം. കാരണം മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ കാര്യത്തിൽ 50 വർഷത്തേക്ക് ശ്രീ വി ഡി സതീശൻ താങ്കൾക്ക് അറിയാവുന്നതുപോലെ 0.1%-നാണ് നൽകിയിരിക്കുന്നത്. അതായത് 88,087 കോടി രൂപ JIC, അതായത് ജപ്പാൻ ബാങ്ക് നൽകിയിരിക്കുന്നത് 0.1% പലിശക്കാണ്. അപ്പോൾ ഇതെല്ലാം തന്നെയും അവരുടെ ഉൽപ്പന്നങ്ങൾ അവികസിത രാജ്യങ്ങൾ കൊണ്ട്, വികസ്വര രാജ്യങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ഉപാധികളാണ്. അതൊന്നുമല്ലല്ലോ ഈ ഡീല്. ഇത് വെറും ബോണ്ട് മാത്രമാണല്ലോ, അതും നമ്മളുടെ കറൻസിയിൽ, നമ്മുടെ ഡിനോമിനേഷനിൽ. സതീശൻ, സതീശനോടാണ്. ഉത്തരം പറഞ്ഞില്ലല്ലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 12,000 കോടി രൂപ സ്റ്റേറ്റ് ബോണ്ടിന് 6% മുതൽ 8% വരെ പലിശയ്ക്ക് കൊടുക്കാൻ തയ്യാറായത് ഇന്ത്യൻ കറൻസിയിലല്ലേ? എന്തുകൊണ്ടാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്? റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയാൽ കാണാമല്ലോ, 12,000 കോടി രൂപ കൊടുക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ്. കാരണം ലിക്വിഡിറ്റി ക്രഞ്ചാണ്, പണം ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അവർ പണം പുഷ് ചെയ്യാണ്. റിസർവ് ബാങ്ക് കാലാകാലങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവരാരെങ്കിലും അപ്രോച്ച് ചെയ്തോ? ഏതെങ്കിലും? ഞങ്ങൾ SNC ലാവലിനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞത് ഈ CDPQവിൽ ഈ സംസ്ഥാന ഗവൺമെന്റിനെ എത്തിച്ചത് ലാവ്ലിൻ കമ്പനിയുമായിട്ടുള്ള ബന്ധമാണ്.
ആ ലാവ്ലിൻ കമ്പനി ബന്ധം വഴിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇതിന്റെ മീഡിയേറ്റർ എങ്കിൽ ഞങ്ങൾ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് ചോദിച്ചു. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും മുഖ്യമന്ത്രിയെയോ ധനകാര്യമന്ത്രിയെയോ കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? നമ്പർ 1. നമ്പർ 2, ഏതെങ്കിലും ഡിപ്ലോമാറ്റുകൾ, നയതന്ത്ര പ്രതിനിധികൾ കനേഡിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വന്നിട്ട് മുഖ്യമന്ത്രിയെയോ ധനകാര്യമന്ത്രിയോ കണ്ട് സംസാരിച്ചിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ഉണ്ട്. ശരി, ശ്രീ സതീശൻ, നോക്കൂ, ലണ്ടൻ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ദയവായി തുടരുക, താങ്കൾ കുറച്ച് സമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി മേരി ജോർജ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി കിഫ്ബിക്ക് വേണ്ടി ലണ്ടൻ എക്സ്ചേഞ്ച് ആണ് ഈ നിലയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ സിംഗപ്പൂർ എക്സ്ചേഞ്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം ചോദിക്കുന്നത് ഇടനിലക്കാരുണ്ടോ, കമ്മീഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് എങ്കിൽ തന്നെയും അതങ്ങ് മാറ്റി നിർത്തുക. ആ സംശയരോഗം നമുക്ക് മാറ്റി നിർത്തിയാൽ ഈ ടേംസ് സംസാരിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനല്ലേ സാധിക്കുകയുള്ളൂ. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതിനകത്ത് ഒരു സ്റ്റേജ് നൽകുക, ഒരു പ്ലാറ്റ്ഫോം നൽകുക എന്നതിനപ്പുറത്ത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനോ എന്ത് റോളാണ് ഉള്ളത്? ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം റേറ്റിംഗ് ഇല്ലാത്തൊരു കമ്പനി, കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ഡിനോമിനേഷനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 9.72 അവരുടെ അട്രാക്ഷൻ. CDPQവിൻ്റെ അട്രാക്ഷൻ 9.72 ആയിരിക്കും. പക്ഷേ ആ 9.72 എങ്ങനെ, വി ഡി സതീശനും കോൺഗ്രസും ചോദിക്കുന്ന ഒരു പെർട്ടിനന്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരികയാണ്. ഈ 9.72 എങ്ങനെ എത്തി? അതിനാരുമായിട്ടൊക്കെ ചർച്ച നടത്തി? ഇത് സംബന്ധിച്ചൊരു ഉത്തരം നൽകാൻ സർക്കാർ ബാധ്യസ്ഥരല്ലേ? തീർച്ചയായിട്ടും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. എങ്കിൽ മാത്രമേ ആ സുതാര്യത, ഏത് വായ്പ എടുക്കലിനെ സംബന്ധിച്ചും അത്യാവശ്യമായി സൂക്ഷിക്കേണ്ട സുതാര്യത ഉറപ്പുവരുത്തുവാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് ഗവൺമെന്റ് ഉത്തരം കൊടുത്തേ തീരൂ. പിന്നെ നികേഷ് ആദ്യം ചോദിച്ചതുപോലെ, അതായത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഈ കിഫ്ബിയുടെ ബോണ്ടുകൾ ലിസ്റ്റ് ചെയ്യാൻ തയ്യാറായത്? ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ അറിയാം, ദീർഘകാല വായ്പകൾ ലിസ്റ്റ് ചെയ്യുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നേരെ മറിച്ച് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് എങ്കിൽ ഹ്രസ്വകാല വായ്പകളെ ലിസ്റ്റ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുക. ഹ്രസ്വകാലം എന്ന് ഞാൻ പറയുമ്പോൾ ഒരു 7 വർഷം വരെയൊക്കെ ദൈർഘ്യമുണ്ടാകാവുന്ന കാലത്തെയാണ്. ഇതിപ്പോ 25 വർഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലോങ് ടേം തന്നെയാണ്. ഈ ലോങ് ടേമിലേക്കുള്ള വായ്പയെ ലിസ്റ്റ് ചെയ്യുന്നതിന് ചില കണ്ടീഷൻസ് അനിവാര്യമാണ്. ഒന്നാമത് ഉയർന്ന പലിശ കൊടുക്കണം. ഉയർന്ന പലിശ കൊടുക്കണം എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മസാല ബോണ്ടുകൾ ഇന്ത്യൻ കറൻസിയിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യൻ കറൻസിയിലാണ് അവർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് CDPQ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയിലാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതും ഇന്ത്യൻ കറൻസിയിലാണ്. നേരത്തെ വി ഡി സതീശൻ പറഞ്ഞതുപോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് മിക്കവാറും വരുന്നത് അതത് രാഷ്ട്രങ്ങളിലെ കറൻസിയിലായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് ഡോളറിലോ അതത് രാഷ്ട്രത്തിലെ കറൻസിയിലോ തന്നെ ആയിരിക്കുകയും വേണം. അപ്പോൾ തന്നെ ഈ 1.5% എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ കറൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ഉയർന്ന പലിശയായി തീരും. ഇനി എന്തുകൊണ്ടാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് ലിസ്റ്റ് ചെയ്യാൻ തയ്യാറായത്? കാരണം ഉയർന്ന പലിശ കൊടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ. കാരണം ഇപ്പോൾ CDPQ എന്ന് പറയുന്ന കമ്പനി ഒരു പെൻഷൻ ഫണ്ടാണ്. കാനഡയിലെ 2ാമത്തെ വലിയ പെൻഷൻ ഫണ്ടാണ്. ഈ പെൻഷൻ ഫണ്ടിൽ നമുക്കറിയാം, ജീവനക്കാര് പെൻഷൻ ലഭിക്കുവാൻ വേണ്ടിയാണ് പെൻഷൻ ഫണ്ടിലേക്ക് ജീവനക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ പെൻഷൻ ഫണ്ട് അത് ബോണ്ടുകളിലോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഷെയറുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ വരുമാനം ഉറപ്പാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. മാത്രമല്ല, ഒരു നല്ല സോഷ്യൽ സിസ്റ്റം ഉള്ള രാജ്യം എന്നുള്ള നിലയിൽ വളരെ കരുതലോടുകൂടി മാത്രമേ, നല്ല ലാഭമുള്ള ഏർപ്പാടാണെങ്കിൽ മാത്രമേ കാനഡ അത് ചെയ്യൂ. പക്ഷേ ഇവിടെ ശ്രീ വി ഡി സതീശൻ ചോദിച്ച 2-3 ചോദ്യങ്ങൾ പ്രസക്തം തന്നെയാണ്. ഒന്ന്,
ഈ 9.72 ആരാണ് നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ളത്? അതിന് സംസ്ഥാന മുഖ്യമന്ത്രി ഇൻവോൾവ് ആണോ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അത് CDPQവിൻ്റെ ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരായിക്കൊള്ളട്ടെ, ആരെങ്കിലും ഉണ്ടോ? അക്കാര്യത്തിലൊരു മറുപടി ആവശ്യമാണ്. ബോണ്ട് വാങ്ങിയവരുടെ വിശദാംശങ്ങൾ പുറത്തു വിടാതിരിക്കുന്നത് ഉടായിപ്പാണ് എന്നുള്ളതാണ്. ഒരു ഘട്ടം വരെ ബോണ്ട് ആരൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്, ഇത്രയാണ് ബോണ്ട് ഇതുവരെ ലഭ്യമായിട്ടുള്ള തുക എന്ന് പറഞ്ഞുവെങ്കിൽ പോലും ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. CDPQവിൻ്റെ റോൾ വന്നതിന് ശേഷം SNC ലാവലുമായി ആ കമ്പനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഖണ്ഡിതമായി പറയുകയായിരുന്നു തോമസ് ഐസക്. പിന്നീട് KM എബ്രഹാമാണ് അക്കാര്യത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുകയൊക്കെ ചെയ്ത്. ഇതിനകത്ത് എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമല്ലേ ശിവപ്രസാദ്? ഒന്നാമത് എനിക്ക് തോന്നി ബോണ്ടിൻ്റെ ഒരു സാങ്കേതികത്വത്തെക്കുറിച്ച് ഉള്ള അജ്ഞത ഇവിടെ ഉണ്ട്. അതായത് ഒന്ന്, ബോണ്ടെന്ന് പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തുള്ള ഒരു സാമ്പത്തിക ഉൽപ്പന്നമാണ്. ഇത് നേരത്തെ പറഞ്ഞ നമ്മുടെ ജപ്പാനിലെ ജൈക്കയിൽ നിന്നും മറ്റുമുള്ള വായ്പയുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. അത് വായ്പയാണ്. അല്ല, ഇത് ബോണ്ടെന്ന് പറയുമ്പോൾ ഈ ബോണ്ടിൻ്റെ പണം അത് ഏത് രീതിയിൽ വിനിയോഗിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഏതായിരുന്നാലും ബോണ്ടിൻ്റെ കാര്യത്തിൽ ആദ്യം ഈ ബോണ്ട് ഡിസൈൻ ചെയ്ത് ഇതിനെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആണ് ബോണ്ടിനാണ് റേറ്റിംഗ്. ഇവിടെ നേരത്തെ ശ്രീ VD സതീശൻ പറഞ്ഞു കിഫ്ബിക്കാണ് റേറ്റിംഗ്, കിഫ്ബിയുടെ റേറ്റിംഗ് ഒന്നുമില്ലാന്ന്. റേറ്റിംഗ് ഒരിക്കലും സ്ഥാപനത്തിനല്ല. ഈ സ്ഥാപനം ഇഷ്യൂ ചെയ്യുന്ന ഈ ബോണ്ട് എന്ന ആ പ്രോഡക്റ്റിനാണ് റേറ്റിംഗ്. ആ പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ പീരീഡ്, അതിൻ്റെ മറ്റ് ഇതിൻ്റെ പണം ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ സോവറിൻ ഗ്യാരണ്ടി, ഈ ഫാക്ടേഴ്സ് ഒക്കെ കൂടി വെച്ചിട്ടാണ് അതിൻ്റെ പലിശ നിരക്ക് നിർണ്ണയിക്കുന്നതും. ഇതൊക്കെ ഇതിൻ്റെ ബോണ്ട് മാനേജേഴ്സ് എന്ന രീതിയിലുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളാണ് നിശ്ചയിക്കുക. ഈ സ്ഥാപനങ്ങൾ ഈ ബോണ്ടിന് ബ്രോഷർ തയ്യാറാക്കുന്നു. ഈ ബ്രോഷർ ഈ നേരത്തെ പറഞ്ഞ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഈ കാര്യത്തിലുള്ള പ്രത്യേകത ഡോക്ടർ മേരി ജോർജ് നേരത്തെ പറഞ്ഞു. ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബോണ്ട് വിപണികൾ ഒന്ന് തീർച്ചയായും ന്യൂയോർക്കും മറ്റൊന്ന് ലണ്ടനുമാണ്. ഈ രണ്ടിടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം, ന്യൂയോർക്കിൽ അമേരിക്കൻ ബോണ്ടുകൾ എന്ന ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ബോണ്ടുകൾ ആണ്. അത് കൂടുതൽ സങ്കീർണമായ ബോണ്ടുകളാണ്, മാത്രമല്ല ഷോർട്ട് ടൈം ബോണ്ടുകളാണ്. ലോങ് ടൈം ബോണ്ടുകൾ പൊതുവേ ലണ്ടൻ മാർക്കറ്റിലാണ് കൂടുതൽ ആയി വിപണനം ചെയ്യപ്പെടുന്നത്. ഇവിടെ ഇത് ഈ ബ്രോഷറുകളുടെ അടിസ്ഥാനത്തിൽ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് ആർക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവരുമായിട്ട് ഈ കാര്യത്തിൽ ഈ അതൊന്നുമല്ല എൻ്റെ ചോദ്യം ശ്രീ പ്രസാദ്. ഈ നമ്മൾ ആരുമായിട്ടാണ് ഇതിനകത്ത് ചില ചോദ്യങ്ങൾ SNC ലാവലിൻ കമ്പനിയുമായി നമ്മൾ EK നായനാരുടെ 1990കളിലെ കാലഘട്ടം മുതൽ ചില വ്യാപാര ഇടപാടുകളുണ്ടായിരുന്നു, അല്ലേ, കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ വലിയ നിലയിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. അപ്പോഴാണ് ഇവർ വരുന്നത്, CDPQ വരുന്നത്. CDPQ വരുമ്പോൾ ചോദ്യങ്ങൾ ഇതാണ്: എന്തുകൊണ്ട് ഈ പറയുന്ന ബോണ്ട് വാങ്ങിയവരുടെ വിശദാംശങ്ങൾ പുറത്തുവിടാതിരുന്നു? അത് SNC ലാവനുമായി ബന്ധമില്ല എന്ന് ആദ്യം എന്തിന് കള്ളം പറഞ്ഞു? ഈ 9.72 എന്ന റേറ്റ് ആര് നിശ്ചയിച്ചു? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകിയ പ്രശ്നം തീർന്നില്ലേ? 9.72 എന്ന റേറ്റ് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്ററുടെ പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെടുന്നതല്ല. ബോണ്ടിന്റെ ബ്രോഷറിൽ ആദ്യം തന്നെ ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയാണ് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ ബ്രോഷറിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് മാനേജർമാരുമായിട്ടാണ് ഈ കാര്യത്തിൽ താല്പര്യമുള്ള ഏത് ഇൻവെസ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുക, ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന്. ഒരിക്കലും ഈ കാര്യത്തിൽ ബോണ്ട് ഫ്ലോട്ട് ചെയ്യുന്ന ആളുകൾ ചിത്രത്തിൽ വരുന്നില്ല. അവർ മാനേജർമാരെ ഏൽപ്പിക്കുന്നു. അവർ ആകെ പറയുന്നത് ഞങ്ങളുടെ ബോണ്ടിൻ്റെ സൈസ് ഇത്രയാണ്, ആ പണം ഞങ്ങൾക്ക് കിട്ടണം, അതിനുള്ള മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ്. ഈ ഉപാധികൾ വെച്ചുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ആരും ഫണ്ട് മാനേജർമാരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുന്നു. ഇവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, CDPQ ലോകത്തൊട്ടാകെ പല കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ SNC ലാവലിൽ നടത്തിയിട്ടുള്ളത്. SNC ലാവലിൽ മുമ്പൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് CDPQ അവരുടെ ഒരു ഇൻവെസ്റ്റർ ആയതുകൊണ്ട് അവരുടെ ഫണ്ട് വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സരിതാ നായരുടെ ആരോപണം വന്നതിൻ്റെ പേരിൽ ഇനി കേരളത്തിൽ സോളാർ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ ഒരു അസംബന്ധമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, പിന്നെ എന്തിനാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ആരൊക്കെയാണ് നടത്തിയത് എന്നത് സംബന്ധിച്ചൊരു ദുരൂഹത ഉണ്ടാക്കേണ്ട കാര്യം എന്നതൊക്കെയാണ്. നമുക്ക് 1500 കോടി കിഫ്ബിക്ക് വേണ്ടി ലഭിച്ചു എന്ന് വിചാരിക്കുക. ഈ 1500 കോടി ബോണ്ട് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ന ആളുകളാണ് എന്ന് ഗവൺമെന്റിന് ആദ്യമേ പറയാമായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. പൂർണ്ണമായ കണക്കുകൾ ലഭ്യമാകുന്ന സമയത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഇപ്പോൾ ഈ കാര്യത്തിൽ ഇതിൻ്റെ ലിസ്റ്റിംഗ് പോലും നടക്കാൻ പോകുന്നതേ ഉള്ളൂ.
ഈ കാര്യത്തിൽ താൽപ്പര്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2150 കോടി രൂപയുടെ ബോണ്ടുകൾക്ക് വാങ്ങാൻ താൽപ്പര്യമുള്ള ആളുകൾ അവരുടെ താൽപ്പര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ പരിപൂർണമായ ലിസ്റ്റോ കാര്യങ്ങളോ ഇൻവെസ്റ്റർക്ക് അപ്പോൾ, കാരണം ഇൻവെസ്റ്റർ നേരിട്ട് നമ്മുടെ ബോണ്ട് ഫ്ലോട്ട് ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റോ കിഫ്ബിയോ അതാത് സമയത്ത് ബന്ധപ്പെട്ട് ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല. ശരി, ഇവിടെ നമ്മൾ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഒരു കേരളത്തിന്റെ പുനർനിർമ്മിതിയെക്കുറിച്ച് സംസ്ഥാനം ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഗവൺമെന്റ് ആ നിലയിലുള്ള വാദമുഖങ്ങൾ, ഇപ്പോൾ പ്രളയം മനുഷ്യ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ ഗവൺമെന്റിനെതിരായി പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ ആക്രമണോത്സുകമായി സർക്കാരിൻ്റെ പുനർനിർമ്മിതിയെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. 2, സാലറി ചലഞ്ച്, അതൊരു പുതിയൊരു ആവിഷ്കാരമായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബജറ്റിൽ നിന്ന് അധികം പണമെടുക്കാനില്ല, അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, മറ്റു മേഖലകളിൽ നിന്നുള്ളവരും ഫണ്ട് തരുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സാലറി ചലഞ്ച് എന്ന പേരിൽ അവരുടെ 1 മാസത്തെ ശമ്പളം നൽകുക, അല്ലെങ്കിൽ എത്രയാണോ നൽകാനാവുക അത് നൽകുക, അതിനെ തടസ്സപ്പെടുത്തി അവരുടെ അസോസിയേഷനെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഫണ്ടിനെ കുറിച്ച് പ്രതിപക്ഷം മൗനം അവലംബിച്ചു. എന്നു മാത്രമല്ല, നമുക്ക് മലയാളികളുമായി ബന്ധമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ ഫണ്ട് വരാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്നു കേന്ദ്രം. അതിനെ ഇവിടുത്തെ പ്രതിപക്ഷം മൗനം അവലംബിച്ച് നോക്കി നിന്നു. നമുക്ക് കുറച്ച് മന്ത്രിമാരെ അങ്ങോട്ടേക്ക് അയച്ച് ഫണ്ട് കിട്ടുമോ എന്ന് പരിശോധിക്കാനുള്ള ശ്രമം നടത്തി. അവർക്ക് വിസ പോലും നൽകാതെ കേന്ദ്രം തടസ്സപ്പെട്ട് ഇവിടെ പ്രതിപക്ഷവും ആ നിലയിൽ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ മസാല ബോണ്ടിൻ്റെ കാര്യത്തിലും സമാനമായിട്ടുള്ളൊരു നിലപാട്. അനാവശ്യമായ വിവാദം എന്ന് ഒറ്റനോട്ടത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാവുന്ന കാര്യത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് നമ്മൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു PPP പദ്ധതി ഉണ്ടാക്കി. അതിൻ്റെ തുടക്കത്തിൽ പലരും പരിഹസിച്ചിരുന്നു. ഇന്ന് അതൊരു ലോകോത്തര മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇപ്പോൾ കിഫ്ബി വന്ന സമയത്ത് വലിയ പരിഹാസമായിരുന്നു. മസാല ബോണ്ട് വന്നപ്പോൾ അതിനെ കുറെ കൂടി ചിരിച്ചു കളിയാക്കാനുള്ള ഒരു പേര് കൂടി ആയതുകൊണ്ട് അതും സാധിച്ചു. ഇപ്പോൾ അത് ഈൽഡ് ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയ വിവാദം കൂടി കയറ്റുക, ഒരു SNC ലെവലിനെ അതിലേക്ക് കടത്തിവിടുക എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പൊതുവായ സ്വഭാവത്തിൻ്റെ നല്ല പരിച്ഛേദമായി കാണാമോ? അതായത് ചോദ്യം എന്നോടാണല്ലോ അല്ലേ? ശ്രീമതി മേരി ജോർജ്, ചോദ്യം എന്നോടല്ലേ? അതായത് തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്താവനകളാണ് ഇത്തരത്തിൽ നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേന്ദ്രത്തിൽ നിന്ന് നാം അർഹിക്കുന്ന സഹായം നമുക്ക് പ്രളയാനന്തരം കിട്ടണം എന്ന് വാശി പിടിക്കുന്ന കൂട്ടത്തിൽ പ്രതിപക്ഷവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീവനോപാധി പുനഃസൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്, അതായത് പക്ഷേ ഓർമ്മിക്കണം നികേഷ് ഒരു കാര്യം, ഇപ്പോഴത്തെ ഭരണപക്ഷമാണ് പ്രതിപക്ഷത്തിരുന്നത് എങ്കിൽ പ്രളയകാലത്തൊക്കെ സ്ഥിതി ഇതിനേക്കാൾ വളരെ ഗുരുതരമാകുമായിരുന്നു. ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി നിരന്തരം പ്രശ്നങ്ങൾ പ്രതിപക്ഷം ഉണ്ടാക്കിയേനെ. ഇപ്പോഴത്തെ പ്രതിപക്ഷം വളരെ സോഫ്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ കിഫ്ബിയുടെ കാര്യത്തിലും പ്രതിപക്ഷം ഇടപെടുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ഒന്നുകൂടി ഇടപെടുന്നത് ക്ഷമിക്കണം എന്നോട്. ശ്രീ വി ഡി സതീശൻ 2 വർഷം കൂടി സർക്കാരിന് ബാക്കിയുള്ളത് കൊണ്ട് 50,000 കോടി രൂപ കടക്കും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം. 21-ാം തീയതി ഇപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മുഖ്യമന്ത്രി മണി മുഴക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കേരളം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷൻ ആവുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ ബോണ്ടുകൾ കൂടുതലായി വിറ്റഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. 50,000 കോടി രൂപ നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റ് വിഹിതത്തിൽ നിന്ന് പുറമേ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തിൽ നിന്ന് പുറമേ നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 2 വർഷം കൊണ്ട് കേരളം വലിയ തോതിൽ വികസിക്കുമെന്നുള്ള അസൂയ കൊണ്ടാണോ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ കിഫ്ബിയെ പരിഹസിക്കുകയല്ലേ ചെയ്തത്. കിഫ്ബിയെ സംബന്ധിച്ചൊരു പുതിയ പരീക്ഷണമാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നിയമസഭയിൽ നടക്കണം. ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞുതരാം. ഇത് ഔട്ട് ഓഫ് ദ ബഡ്ജറ്റാണ്. ബഡ്ജറ്റിന് പുറത്താണ് ഈ കിഫ്ബി. ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. 50,000 കോടി രൂപ കടമെടുത്തിട്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ്. ഈ പ്രോജക്റ്റുകൾക്കൊന്നും ഇൻകം ജനറേറ്റിംഗ് അല്ല.
ഈ പ്രോജക്റ്റുകൾ 100 വരുമാനം ഉണ്ടാകുന്നില്ല. അതായത് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഈ പണം കൊടുക്കണം. ഇപ്പോൾ ബജറ്റിന് പുറത്ത് കടം മേടിക്കുകയാണ്. കടം തിരിച്ചു കൊടുക്കുമ്പോൾ എവിടെയാണ് വരുന്നത്? കടം തിരിച്ചു കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് പണം തിരിച്ചു കൊടുക്കേണ്ടത് എവിടുന്ന? നമ്മുടെ റവന്യൂ വരുമാനത്തിൽ നിന്നാണ്. അപ്പൊ പണം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ബജറ്റിന്റെ അകത്തേക്ക് കയറി വരികയാണ്. ഈ പ്രോജക്റ്റുകളിൽ 80% ലാൻഡ് അക്വിസിഷൻ നടത്തേണ്ട പ്രോജക്റ്റുകളാണ്. 2 വർഷമെങ്കിലും കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലാൻഡ് അക്വിസിഷൻ വേണ്ടി എടുക്കും. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന്റെ കാലാവധിക്കുള്ളിൽ ഇവർക്ക് ഈ 50,000 കോടി രൂപയുടെ 5% പോലും ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല. ബില്ലുകൾ കൊടുക്കേണ്ടി വരില്ല. ചെയ്യുന്ന പണിയുടെ ബില്ലോ അല്ലെങ്കിൽ കടം മേടിക്കുന്ന തുകയോ കൊടുക്കേണ്ടി വരില്ല. 2021 വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ തലയിലാണ് ഈ ബാധ്യതകൾ മുഴുവൻ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ 9.78% പലിശയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന ഈ വലിയ തുക പോലും ബാധ്യത വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ തലയിലാണ്. വളരെ കൗശലത്തോടു കൂടി 5 പൈസ കയ്യിലില്ലാത്ത ഗവൺമെന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ ഈ മാർച്ച് മാസം 31 ആകുമ്പോൾ 5,000 രൂപയുടെ ബില്ല് പോലും പാസ്സാക്കാൻ പറ്റാത്ത, ട്രഷറി കാലിയായിരിക്കുന്ന, ഖജനാവ് കാലിയായിരിക്കുന്ന ഒരു സർക്കാരാണ് പോയി 2,150 കോടി രൂപ ഇത്രയും ഉയർന്ന നിരക്കിൽ പോയി വിദേശത്ത് നിന്ന് കടം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സംസ്ഥാനത്തിന് വരുത്തി വെക്കുന്ന അധിക ബാധ്യതയാണ്. സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയാത്ത, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയാത്ത ഒരു വലിയ ഭാരമാണ്. പണം കടം മേടിച്ചിട്ട് കുറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. മാത്രമല്ല, ഈ എടുത്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ചൂസ് ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെ തോന്നിയതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. തോന്നിയതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ്, സംസ്ഥാനത്തിന്റെ വികസനം സംബന്ധിച്ച ഒരു ദീർഘകാല വീക്ഷണത്തോടു കൂടി ഒന്നും എടുത്തിരിക്കുന്ന പരിപാടിയല്ല. അപ്പൊ ഇത് കുറച്ച് ഒരു വലിയൊരു ക്യാമ്പയിൻ ഇഫക്റ്റ് ആണ് ഇതിന്റെ അകത്ത് ഈ കിഫ്ബി എന്ന് പറഞ്ഞ പേരിൽ നടത്തിയിരിക്കുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, ഫണ്ട് മാനേജരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ആരും ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണമെന്ന് പറഞ്ഞത്. ആരെങ്കിലുമായി ഗവൺമെന്റ് സംസാരിച്ചിട്ടുണ്ടോ? മന്ത്രിമാര് സംസാരിച്ചിട്ടുണ്ടോ? ഫണ്ട് മാനേജർമാരായിട്ടല്ല, ഈ കമ്പനിയുടെ ആളുകളുമായി ശ്രീ പ്രസാദ് പറഞ്ഞ അനുസരിച്ചിട്ടാണെങ്കിൽ ഫണ്ട് മാനേജർമാരാണ് സംസാരിക്കേണ്ടത്. കിഫ്ബിയുടെ ആരും സംസാരിക്കേണ്ട കാര്യമില്ല, ഗവൺമെന്റ് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ സംസാരം നടന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ശ്രീ നികേഷ് പറഞ്ഞൊരു കാര്യം, പ്രളയത്തെ സംബന്ധിച്ച് അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മെട്രോമാൻ ശ്രീധരൻ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഉൾപ്പെടെ ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് ആദ്യം പറഞ്ഞ ഞാൻ ഉൾപ്പെടെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവർക്കും മാനസിക രോഗമാണ് എന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി. ഇദ്ദേഹം എന്തിനാണ് ഇത്ര ഇറിറ്റേറ്റഡ് ആവുന്നത്? അതേ ആരോടാണ് ദാസ്യം കാണിക്കുന്നത്? മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. മലയാള മനോരമ തെറ്റായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. മാനസിക രോഗം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സെൻട്രൽ വാട്ടർ ഏജൻസി, 3 വേൾഡ് ബാങ്ക്, ഞാൻ അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്യുന്നു. മദ്രാസ് IIT അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അവിടുത്തെ ഒരു പഴയ പ്രോസസ് ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ശ്രീ വി ഡി സതീശൻ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നോക്കൂ, ഇതിനകത്ത് ഇപ്പോ ശരിയാണ്, ഇങ്ങനെ ഒരുപാട് കാടടച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ട് എന്നല്ലാതെ കൃത്യമായി എന്തെങ്കിലും തെളിവുകളോടുകൂടിയാണോ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്? ഗവൺമെന്റ് ഇപ്പോൾ ഒടുവിൽ ശ്രീ വി ഡി സതീശൻ താങ്കൾ പറയുന്നത് സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള റവന്യൂ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രൊജക്റ്റ് അല്ല ഇതിലുള്ളത്, അങ്ങനെയാണ് 2,150 കോടി രൂപ വാങ്ങിയത് എന്നൊക്കെയാണ്. നോക്കൂ, അതൊക്കെ നമുക്ക് ഗവൺമെന്റിനും പ്രതിപക്ഷത്തിനും പരസ്പരം സംസാരിച്ച് ഒരുപക്ഷെ കിഫ്ബി ഫണ്ട് ഏതൊക്കെ പദ്ധതികളിൽ നിക്ഷേപിക്കണം എന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിൽ എത്താവുന്നതാണ്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം, 1 SNC ലാവലിൻ, 2 പലിശ നിരക്ക് കൂടുതൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം, തുടങ്ങിയ ആക്ഷേപങ്ങളെല്ലാം തന്നെയും കാടടച്ചുള്ള വെടിവെപ്പോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ആരോപണങ്ങളോ മാത്രമല്ലേ? ഒരിക്കലും ഞങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ പറയുന്നത്. പ്രളയത്തെ സംബന്ധിച്ചാണെങ്കിലും ഈ മസാല ബോണ്ടിനെ സംബന്ധിച്ചാണെന്നെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് മാനസിക രോഗമാണെന്ന് പറയുന്നത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ ശ്രീമതി മേരി ജോർജിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി താങ്കളോട് ചോദിക്കാം. ഒന്ന്, പ്രളയം സംബന്ധിച്ച ആ വിഷയം വന്നപ്പോൾ അത് മാൻമെയ്ഡ് ആണ് എന്നുള്ള ഒരു ആക്ഷേപം നിങ്ങൾ ഉന്നയിച്ചു. അത് പിന്നീട് അതിന് ബലം കിട്ടി അമിക്കസ് ക്യൂറിയുടെ ഒക്കെ തന്നെയും റിപ്പോർട്ടിലൂടെ. പിന്നെ തുടർന്ന് ഇങ്ങോട്ട് വന്ന കാര്യങ്ങൾ നോക്കൂ. സാലറി ചലഞ്ചിനെ എതിർത്തു തോൽപ്പിച്ചത് ഇവിടുത്തെ പ്രതിപക്ഷ സർവീസ് സംഘടനകളല്ലേ? അപ്പോൾ ആ നിലയിൽ ഗവൺമെന്റിന് അല്പം പണം കിട്ടുന്നത് ഒഴിവാകണം എന്നുള്ള മാനസികാവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ? കേന്ദ്രം നമുക്ക് അർഹമായ ഫണ്ട് നൽകാതിരുന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു?
ഇനി മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പണം കിട്ടുമെന്നായപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം തയ്യാറായോ തുടങ്ങിയ വിഷയങ്ങളിൽ അപ്പോൾ വികസനത്തെ വിവാദത്തിലാഴ്ത്തി തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. അതുകൊണ്ട് പ്രതിപക്ഷം കൃത്യമായ മറുപടി പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി പറയാം. ഞാൻ ചോദിക്കട്ടെ, ADB ലോൺ എടുക്കാൻ പഴയ UDF ഗവൺമെന്റ് പോയപ്പോൾ ഇവിടെ വന്ന് ADB ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കയ്യോയില് കൂടി ഒഴിച്ച ആളുകളല്ലേ ഈ സംസാരിക്കുന്നത്? അത് മറന്നുപോയോ? ചിത്രം മറക്കരുത്, പെട്ടെന്ന് മറക്കരുത്. പിന്നെ ഞങ്ങള് സാലറി ചലഞ്ചിനെ എതിർത്തില്ലല്ലോ, ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ CPM-ന്റെ ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ എന്താ ചെയ്തത്? ആളുകളെ മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ വിരട്ടി രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചു ഉദ്യോഗസ്ഥന്മാരെ വെറുപ്പിച്ചപ്പോഴല്ലേ കോടതിയിൽ കേസ് വന്ന് കോടതി ഒരു കാരണവശാലും അങ്ങനെ നിർബന്ധിച്ച് വാങ്ങിക്കാൻ പാടില്ല. സോമലസാലയാണ് ഇത്തരം സംരംഭങ്ങൾക്ക് ആളുകൾ പണം തരേണ്ടത്. ആരാ പണം കൊടുക്കാതിരുന്നത്? പണം സർക്കാരിന് ഈ കാര്യത്തിലാണ് കൊടുക്കാതിരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് സ്വന്തം ആളുകളെ വിട്ട് ഉദ്യോഗസ്ഥന്മാരെയും ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തിയത്. മറന്നുപോയോ? ഞങ്ങളെന്താ കേന്ദ്ര ഗവൺമെന്റിന് മര്യാദയ്ക്ക് ഒരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ടോ? ഇവര് കേന്ദ്ര ഗവൺമെന്റ് വിദേശത്ത് നിന്നുള്ള പണം തടസ്സപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ അതിനെ ഗവൺമെന്റിനോട് ഒപ്പം തന്നെ എതിർത്ത ആളുകളാ. നികേഷ് എന്താ മറന്നുപോയത്? പ്രളയത്തെക്കുറിച്ചുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒരുമിച്ചല്ലേ നിന്നത്? പിന്നീട് അത് പാളം തെറ്റിയപ്പോഴല്ലേ? എപ്പോഴാ പാളം തെറ്റിയത്? എന്താണ് നവകേരള നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി നിൽക്കുന്നു? 5 നയാ പൈസ ഈ പ്രളയബാധിത പ്രദേശങ്ങൾക്ക് അതിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി ചെലവാക്കുന്നുണ്ടോ? എവിടെയാണ് കിട്ടിയ പൈസയുടെ എത്ര ശതമാനം ചെലവാക്കി? കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ കിട്ടിയ പൈസയുടെ 20-25% പോലും ഇതുവരെ ചെലവാക്കിയിട്ടില്ല ഗവൺമെന്റ്. ഞങ്ങളത് കുറ്റപ്പെടുത്തണ്ടേ? ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഞങ്ങളുടെ ധാർമ്മികമായ ബാധ്യതയല്ലേ? ഞങ്ങൾ ഗവൺമെന്റിന്റെ തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വികസനത്തിനെതിരാണ് എന്ന് പറയുന്നവർ അവരുടെ പഴയ ചരിത്രം മറക്കരുത്. ഏത് കാര്യം ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനെ തെറ്റിദ്ധരിച്ച ആളുകളാണ് ഇവരെല്ലാം. പക്ഷേ ശ്രീ വി ഡി സതീശൻ നോക്കൂ, ഈ കിഫ്ബിയുടെ കാര്യത്തിൽ നിങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് കിഫ്ബി ആകാശ കുസുമമാണ് എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ് എന്നെങ്കിലും തെളിഞ്ഞില്ലേ? ബജറ്റിന് പുറത്ത് ഫണ്ട് സ്വരൂപിക്കുക എന്നത് മാത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏക സാധ്യത എന്നുള്ള തോമസ് ഐസക്കിന്റെ ഐഡിയോളജി. അത് ശരിയായി എന്നുള്ളതല്ലേ നമ്മൾ ഈ വിവാദത്തിൽ നിന്നും കൂടി മനസ്സിലാക്കേണ്ടത്? അതല്ല, അത് ഞാൻ പറയട്ടെ, ചെറിയ പർപ്പസിലൊക്കെ ചെയ്യാം. 50,000 കോടി രൂപ ഇൻകം ജനറേറ്റിംഗ് അല്ലാത്ത പ്രോജക്റ്റുകളിൽ നിക്ഷേപിച്ച് അവസാനം അത് കൊടുക്കാൻ കഴിയാതെ സംസ്ഥാനത്തിന്റെ ഘടന മുഴുവൻ തകരാറിലാകുന്ന, ഇപ്പൊ തന്നെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഇത് താങ്ങാനുള്ള ശേഷി സംസ്ഥാന ഗവൺമെന്റിന് ഇല്ല. ഇത് വെറും ക്യാമ്പയിന് വേണ്ടിയിട്ട്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് കുറച്ച് പണമൊക്കെ എടുക്കാം, ആവശ്യത്തിന് എടുക്കാം. മെട്രോ റെയിൽ നമ്മൾ പണം എടുത്തില്ലേ? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ 50,000 കോടി രൂപ പോലുള്ള ഉയർന്ന തുക കൊടുക്കേണ്ടി വന്നാൽ അത് തിരിച്ചടയ്ക്കണ്ടേ? അതെ, പക്ഷെ 50,000 കോടി രൂപ എങ്ങനെയാണ് നമ്മളൊരു മെട്രോയ്ക്ക് 1350 കോടി രൂപ എടുക്കുന്നത് പോലെ അല്ലല്ലോ. ഇതിപ്പോ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള ഫണ്ട് എന്നുള്ള നിലയിലാണ്. അപ്പോൾ നമുക്കറിയാം, ഇതിനകം തന്നെ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുള്ളത് നമുക്ക് 30,000 കോടിയിലേറെ രൂപയുടെ നഷ്ടം ഈ മഹാപ്രളയം കൊണ്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 30,000 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകുമ്പോഴാണ് 50,000 കോടി രൂപ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കേരളത്തിൻ്റെ പുനർനിർമ്മാണം. നിങ്ങളിപ്പോൾ ഈ ഇലക്ഷനിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം അതല്ലേ ശ്രീ വി ഡി സതീശൻ? എവിടെ പോയി പുനർനിർമ്മാണം എന്നാണ് ചോദ്യം. ഇതാ പുനർനിർമ്മാണം 2 വർഷത്തിനു കൂടിയുണ്ട് ബാക്കി ഗവൺമെൻറ്റിന്. അപ്പോൾ ഗവൺമെൻറ് ഇതാ എടുത്തു തുടങ്ങിയിരിക്കുന്നു. 1350 കോടി രൂപ അല്ലെങ്കിൽ 1500 കോടി രൂപ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു കിഫ്ബിയിലൂടെ. നികേഷ് വിഷയം മാറ്റണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോ ഉണ്ടായിരിക്കുന്ന പുനർനിർമ്മാണമൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പും നവകേരളം പ്രഖ്യാപിക്കുന്നതിന് മുമ്പും അല്ലേ കിഫ്ബി വന്നത്? കിഫ്ബിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ പ്രോജക്റ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടല്ലേ പ്രളയം കേരളത്തിലുണ്ടായത്? അപ്പൊ അല്ലാതെ ഈ പ്രളയം വന്നതിന് ശേഷം കേരളം പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണോ കിഫ്ബി ഉണ്ടാക്കിയത്? അതിനു വേണ്ടിയിട്ടാണോ പണം കടന്നിരിക്കുന്നത്? അപ്പൊ അതൊക്കെ ഒരു തെറ്റായ വാദങ്ങളാണ്. അതൊക്കെ ഗവൺമെന്റിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അതിനൊക്കെ കൃത്യമായ മറുപടി ഞങ്ങൾക്കുണ്ട്. ഒന്നുകൂടി മടങ്ങിയത് ഞാൻ ശ്രീ തോമസ് ഐസക്കിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏതോ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് വാഗ്ദാനം ചെയ്താണ് ഈ ചർച്ചയിൽ വരാമെന്ന്. ദയവായി തുടരുക ശ്രീ വി ഡി സതീശൻ. ഇവിടെ പ്രധാനപ്പെട്ട വി ഡി സതീശൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ റവന്യൂ നമുക്ക് എല്ലാത്തിനും ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാകണമല്ലോ. ആ ബിസിനസ് പ്ലാൻ എന്താണ്? റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾക്കേ നമ്മൾ പണം മുടക്കിയിട്ട് കാര്യമുള്ളൂ. 50,000 കോടി രൂപ എടുത്തു എന്ന് വിചാരിക്കുക.
നമ്മൾ 25 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഭാവി തലമുറയ്ക്ക് മേൽ വെക്കാൻ പോകുന്ന ബോംബ് എന്താണെന്ന് സംബന്ധിച്ച് വലിയ ധാരണ ഉണ്ടാവുമോ ഈ സർക്കാരിന്? അല്ല നികേഷ്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംസ്ഥാന സർക്കാരും ഈ തെരഞ്ഞെടുപ്പൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ സംസ്ഥാനത്തെ മൊത്തം റിലയൻസിനോ അദാനിക്കോ ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കാരണം ലാഭം ഉണ്ടാക്കുന്നതിൽ മാത്രമേ ഒരു ജനപ്രതിനിധി ഈ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് അചിന്ത്യമായ കാര്യമാണ്. ലാഭം ഉണ്ടാക്കിയിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ആലോചിച്ചു. ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വളരെ ലളിതമായ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമ്മുടെ ബജറ്റിൽ നിന്ന് ആവശ്യത്തിനുള്ള പണം ലഭ്യമല്ല. ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി പണം കണ്ടെത്തുന്നു. ഈ ഇങ്ങനെ കണ്ടെത്തുന്ന പണം കേരളത്തിലെ വിവിധ വികസന പദ്ധതികൾ, ഏറ്റവും നല്ല ഉദാഹരണമല്ലേ കിഫ്ബി ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഹിൽ ഹൈവേ, കോസ്റ്റൽ ഹൈവേ, ഇതിലൂടെ ഈ സംസ്ഥാനത്തിന്റെ വികസനം സാധ്യമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നു. ഞാൻ അതിനൊന്ന് മറുപടി വാങ്ങിച്ചോട്ടെ. ഈ റോഡുകളിൽ BOT ഏർപ്പെടുത്തണമെന്നാണോ പ്രതിപക്ഷത്തിന്റെ ആവശ്യം? പറഞ്ഞല്ലോ, ഇൻകം നികേഷ് തന്നെ ഒരു വലിയ മോഡൽ എടുത്ത് പറഞ്ഞല്ലോ, സിയാൽ മോഡൽ പറഞ്ഞല്ലോ. സിയാൽ മോഡൽ ഇതുപോലത്തെ പ്രോജക്റ്റ് ആണോ? സിയാല് ലാഭം ഉണ്ടാക്കി, ഇന്ത്യയിലെ ലാഭം ഉണ്ടാക്കുന്ന 3ാമത്തെ എയർപോർട്ടാ. ഞങ്ങൾ സിയാൽ കൊണ്ടുവന്നപ്പോ ആരാ എതിർത്തത്? സിയാൽ ഞങ്ങൾ കൊണ്ടുവന്നപ്പോ അല്ല, അതും ഇതും തമ്മിൽ താരതമ്യമുണ്ടോ ശ്രീ വി ഡി സതീശൻ? സിയാൽ ഉണ്ടാക്കുന്ന കാലഘട്ടത്തില് 1000-1500 കോടി രൂപ മതിയായിരുന്നു ഒരു വിമാനത്താവളത്തിന്. 6000 കോടി റിയൽ എസ്റ്റേറ്റ് ആണ് വിഴിഞ്ഞം പോർട്ടെന്ന് പറഞ്ഞത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനല്ലേ. ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അത് മറന്നുപോയോ? ഇല്ല, അത് ഇപ്പോഴും പറയുന്നു. ഇതൊക്കെ ഞങ്ങൾ പ്രതിപക്ഷം കൊലപ്പിക്കാൻ നോക്കുന്നു. പഴയ ചരിത്രമൊന്നും മറക്കല്ലേ. ഞാൻ ജനപ്രതിനിധി തന്നെയാണ്, രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായല്ലോ. അല്ലാതെ ഇത്രയും വലിയ തുക എടുത്ത് ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ ആ ക്വാളിറ്റി ഒന്ന് പരിശോധിച്ചോ. പല പ്രോജക്റ്റ് എന്നോട് CPM കാരനായ ഒരു MLA പറഞ്ഞതാണ്, 5 റോഡ് എഴുതി കൊടുത്തു. 5 റോഡ് എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത്രയും ചെറിയ പദ്ധതികൾ തരില്ല എന്ന് പറഞ്ഞു. അയാൾ 5 റോഡും കൂടി പേര് മാറ്റിയിട്ട് ഒറ്റ റോഡാക്കി മാറ്റിയിട്ട് എഴുതി കൊടുത്തപ്പോ സാങ്ഷൻ കിട്ടി. അതാണ് അവിടെ നടക്കുന്ന സ്ക്രൂട്ടിനി. ഒരു സ്ക്രൂട്ടിനിയും ഈ കിഫ്ബിയിലൊന്നും നടക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ താങ്കൾ പറഞ്ഞതിനോടല്ല യോജിക്കുന്നത് ശ്രീ പ്രസാദ്. ഈ റവന്യൂ ബിൽഡിംഗ് അല്ല എന്ന് മാത്രമല്ല, നമുക്കത് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ നിക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? ഇതത് വീണ്ടും വിടുക. ഇപ്പം നമ്മളൊരു 50,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാക്കി, ഈ പറയുന്ന മലയോര ഹൈവേ ഉണ്ടാക്കി നിൽക്കുക. ഇതുപോലെയും വീണ്ടും നമ്മൾ നിക്ഷേപം വാങ്ങും, അതിൻ്റെ മുകളിൽ വേറെ നിക്ഷേപം വാങ്ങും. ഇതൊക്കെ വലിയ നിലയിൽ ബോംബായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ല, ഈ കാര്യത്തിലുള്ള പരമ്പരാഗതമായ സങ്കല്പത്തെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് കിഫ്ബി വന്നിരിക്കുന്നത്. അതാണല്ലോ എപ്പോഴും ഊന്നി പറയുന്നൊരു കാര്യം. ഇതിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച്, യൂട്ടിലൈസേഷനെ സംബന്ധിച്ച്, ടൈം ലൈൻസിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കും എന്ന് ഉറപ്പാണ് സർക്കാർ തന്നിട്ടുണ്ടല്ലോ. അതിന് ഒരു നിയമം തന്നെ പാസ്സാക്കിയിട്ടുമുണ്ട്. ഇവിടെയുള്ള പ്രശ്നം, ഈ തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന പണം അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്കാണ് ചെല്ലുന്നത്. ഇതിലൂടെ ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ നമ്മുടെ വിപണിയിൽ സ്വാഭാവികമായും ധാരാളമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു. ഇതിലൂടെ സർക്കാരിൻ്റെ അടക്കം വരുമാനം വർദ്ധിക്കുകയാണ്. അപ്പോൾ നമുക്ക് റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള റവന്യൂ ജനറേഷൻ മാത്രമാവണമെന്നില്ല, കോൺസിക്വൻഷ്യൽ ജനറേഷൻ ഉണ്ടാകാം. ഈ തരത്തിൽ ഹിൽ ഹൈവേയോ അല്ലെങ്കിൽ കോസ്റ്റൽ ഹൈവേയോ ഒക്കെ വഴി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുക, ഇവിടെ നമ്മുടെ കിഴക്കൻ പ്രദേശങ്ങൾ അടക്കം നമ്മുടെ പോർട്ടിലേക്കും മറ്റുമുള്ള ആക്സസ് വളരെ മെച്ചപ്പെടുന്നു. സ്വാഭാവികമായിട്ടും അതിലൂടെ നമ്മുടെ വാണിജ്യ സാധ്യതകൾ വളരെ നല്ല തോതിൽ മെച്ചപ്പെടുന്നു, നമ്മുടെ ടൂറിസം മെച്ചപ്പെടുന്നു. ഇങ്ങനെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ പ്രാഥമികമായ ബാധ്യതയല്ലേ? ശരി, ശ്രീമതി മേരി ജോർജ് അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരു വർഷം ഒരു 250 കോടി രൂപ പലിശ നിരക്കിൽ ഇൻറ്റു 25 വർഷം എന്നുള്ള നിലയിൽ കണക്കാക്കി നോക്കുക. അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന പ്രസാദ് ചൂണ്ടിക്കാണിക്കുന്ന തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിലൂടെയോ കോൺസിക്വൽ ബെനിഫിറ്റോ മാത്രം മതിയോ നമുക്ക്? അതിനപ്പുറത്തേക്ക് ഈ ഫണ്ട് കേരളത്തിൻ്റെ ഭാഗമായി വരികയും അത് നമ്മൾ ചെലവഴിച്ച് തീർക്കുകയും ചെയ്താൽ ഭാവി തലമുറ എങ്ങനെ അത് തിരിച്ചടക്കുമെന്നത് സംബന്ധിച്ചൊരു വ്യക്തതയുണ്ടോ നമുക്ക്? അത് വളരെ വ്യക്തതയുണ്ട്. കാരണം ഏത് ഗവൺമെൻറ് വന്നാലും ആ ഗവൺമെൻറ് ഈ ഫണ്ട് തിരിച്ചടയ്ക്കും. അതായത് ഇതിൻ്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കും. 25 വർഷം കഴിയുമ്പോഴേക്കും അന്താരാഷ്ട്ര മേഖലയിൽ, അന്താരാഷ്ട്ര ലോകത്ത്
അന്താരാഷ്ട്ര രംഗത്ത് നമ്മുടെ ക്രെഡിബിലിറ്റി നിലനിൽക്കണമെങ്കിൽ ഈ പലിശയും ഈ പ്രിൻസിപ്പൽ സമ്മും തിരിച്ചു കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് നാം കൊടുക്കും, ഏത് ഗവൺമെൻറ് വന്നാലും കൊടുക്കും. അപ്പോൾ അത് തിരിച്ചു കൊടുക്കും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ വി ഡി സതീശൻ ഇവിടെ പറഞ്ഞത് അതാത് ഏതിനൊക്കെ അടയ്ക്കുന്നു അതാത് പ്രോജക്റ്റിൽ നിന്ന് റവന്യൂ ഒരിക്കലും ഉണ്ടാകില്ല എന്ന തരത്തിലല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് റവന്യൂ ഉണ്ടാകില്ല എന്ന തരത്തിലല്ല. ഇപ്പോൾ ഒരു വ്യവസായത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യവസായം തീർച്ചയായിട്ടും അതായത് അത് തന്നെ അതിന് തിരിച്ചടയ്ക്കേണ്ട പണം അതിൽ നിന്ന് തന്നെ വരും. ആ തരത്തിൽ റവന്യൂ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണ് ഇങ്ങനെ അടിസ്ഥാന മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കടമെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കടമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഫലവത്തായ രീതിയിൽ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് സമയബന്ധിതമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതത് കാലഘട്ടങ്ങളിൽ തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതുപോലെ വിപണി സജീവമാക്കുകയും റവന്യൂ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ അതായത് നികുതി വരുമാനം തൊട്ടുള്ളവ വരികയും ചെയ്യും. പക്ഷേ 5 കൊല്ലം കൊണ്ട് 50,000 കോടി വായ്പ എടുക്കുക, ആ 5 കൊല്ലം കൊണ്ട് 50,000 കോടി വായ്പ എടുത്തു കഴിഞ്ഞാൽ ഏത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണെങ്കിലും കേരളത്തിൻ്റെ ആ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ നോക്കണം. അതായത് അസമയത്ത് ഹർത്താൽ കടന്നു വരിക, നോക്കുകൂലി ചോദിക്കുക, ഇത്തരം പ്രാകൃതമായ സംഗതികൾ സ്ഥിരമായി നടക്കുന്ന ഒരു സംസ്ഥാനത്ത് സമയബന്ധിതമായി കടം വാങ്ങിയ പണം ചെലവഴിക്കപ്പെടും, ഇൻഫ്രാസ്ട്രക്ചർ സൃഷ്ടിക്കപ്പെടും എന്നുറപ്പില്ല. അങ്ങനെ ഉറപ്പില്ലാത്തടത്ത് 50,000 കോടി 5 വർഷം കൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് വരും തലമുറകളിലേക്ക് വന്നു വീഴുന്ന വലിയ ഒരു ഭാരമായി തീരില്ലേ? ആ ഭയമാണ് എല്ലാവരും കിഫ്ബിയെ വിമർശിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം. ഇപ്പോൾ ഈ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടല്ല, സത്യത്തിൽ CDPQവിൻ്റെ പുറകിൽ എങ്ങനെ ലാവ്ലിൻ വന്നു, ലാവ്ലിൻ തള്ളിയാണോ CDPQവിനെ നമ്മുടെ ബോണ്ടുകളിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഇത്തരം സംശയങ്ങൾ സാധാരണമായിട്ട് സംഭവിക്കാവുന്നതാണ്. താജ് വിവാന്തായിൽ ലാവ്ലിനിലെ ആൾക്കാരും CDPQവിലെ ആൾക്കാരും വന്നിരുന്നു, ഗവൺമെൻറ് രഹസ്യമായി ചർച്ച നടത്തി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരസ്യമാണ്. അപ്പം അങ്ങനെ പരസ്യമായി എന്തിനാണ് ഗവൺമെൻറ് ചർച്ചയ്ക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടെ കൂട്ടാമായിരുന്നു. കാരണം ഇത് സുതാര്യമായിട്ട് അടുത്ത ഭരണം ആർക്കാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ വരും ഗവൺമെൻറ്റുകൾ കൂടി വഹിക്കേണ്ട ഭാരമാണ് എന്നുള്ളത് കൊണ്ട് അത്തരം ചർച്ചയ്ക്ക് പോകുമ്പോൾ വേണ്ടപ്പെട്ടവരെ, അതായത് പ്രതിപക്ഷത്തിരിക്കുന്നവരെ കൂടെ കൊണ്ടുപോകുന്നതിൽ എന്താണ് തെറ്റ്? എന്ന ചോദ്യം ശ്രീമതി മേരി ജോർജ് ഉന്നയിക്കുമ്പോൾ വി ഡി സതീശന്റെ രാവിലത്തെ പ്രസ്താവന ഇതാണ്. ലാവ്ലിൻ വൈസ് പ്രസിഡന്റ് ലൂയിസൻ മോറിസ് ഇപ്പോൾ CDPQവിന്റെ വൈസ് പ്രസിഡന്റാണ്. യഥാർത്ഥത്തിൽ ലാവ്ലിനും CDPQവും തമ്മിൽ വേറിട്ടൊരു എൻറ്റിറ്റി അല്ല, രണ്ടും ഒന്നിച്ച് ഒരേപോലെ പ്രവർത്തിക്കുന്ന കമ്പനിയാണെന്നുള്ള. അപ്പോൾ SNC ലാവ്ലിന് കേരളത്തിൽ ഒരിക്കൽ കൂടി എൻട്രി ചെയ്യണമെങ്കിൽ അത് സാധിക്കുക CDPQയിലൂടെയാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ CDPQ ഇപ്പോൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിനാണ് താജ് വിവാന്റയിൽ ഈ ചർച്ച നടന്നിരിക്കുന്നതെന്നാണ് ശ്രീമതി മേരി ജോർജ് പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് എൻ്റെ പൊളിറ്റിക്സ് എടുത്ത CPM നേതാക്കൾക്ക് ലാവ്ലിനുമായി ഇഴപിരിയാത്ത ബന്ധമുണ്ട് ഇപ്പോഴുമെന്നാണ്. വൈദ്യുത മന്ത്രി ആയിരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ ഒരു ഇടപാട് നടത്തി, അത് വലിയ തോതിൽ വിവാദ വിഷയമായി. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ വീണ്ടും ലാവ്ലിനെ കൊണ്ടുവരുന്നു. ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തായിരുന്നാലും പിണറായി വിജയൻ മാത്രമല്ലോ, G കാർത്തികേയനും SNC ലാവ്ലിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ ബോണ്ടിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ബോണ്ടിൽ SNC ലാവ്ലിന് പ്രത്യേകമായൊരു ആനുകൂല്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഇവിടെ എന്താ പ്രയോജനം എനിക്കറിയില്ല. നമുക്ക് കിട്ടുന്ന പണം SNC ലാവ്ലിൻ്റെതാണെങ്കിലും ആരുടേതാണെങ്കിലും ഈ പണമാണ് പ്രശ്നം. സംസ്ഥാനത്തെ സംബന്ധിച്ച് അങ്ങനെയാണ് ചോദ്യമെങ്കിൽ CDPQവിന് നൽകിയിരിക്കുന്ന ഈ 9.72 എന്ന് പറയുന്ന പലിശ നിരക്കുണ്ടല്ലോ, 9.72 എന്നുള്ള പലിശ നിരക്ക് നിശ്ചയിച്ചോളൂ, നിങ്ങൾ ഇത്ര ശതമാനം കമ്മീഷൻ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് ഇടനിലക്കാരായി പ്രവർത്തിച്ചവർ പറയുന്നു. അതൊക്കെ അപ്പോൾ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ശ്രീ സതീശൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ ആണല്ലോ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ഇവർ നമ്മുടെ എടപ്പള്ളിയിലുള്ള മോഡേൺ ബേക്കേഴ്സ് ഇവിടെ ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ ലിവർ, അതിൻ്റെ യൂണിലിവറിൻ്റെ സ്ഥാപനമാണല്ലോ, ഇവർക്കത് 115 കോടി രൂപയ്ക്കാണ് ഇത് വിറ്റത്.
ഈ 115 കോടി രൂപയ്ക്ക് സ്ഥാപനമാണ് വിറ്റത്. ഇവിടെ ഇപ്പോൾ ബോണ്ട് എടുക്കുമ്പോൾ ഇവിടെ പകരം സംസ്ഥാനത്തെ മറിച്ച് വിൽക്കുന്നൊന്നുമില്ലല്ലോ. എന്നിട്ട് ഈ 115 കോടി രൂപയ്ക്ക് വാങ്ങിച്ച യൂണിലിവർ ഏതാനും മാസങ്ങൾക്കകം ന്യൂഡൽഹി കരോൾ ബാഗിലുണ്ടായിരുന്ന മോഡേൺ ബേക്കേഴ്സിൻ്റെ സ്ഥലം വിറ്റതിൽ നിന്ന് 200 പരം കോടി രൂപ ഈടാക്കിയെടുത്തു. എന്തിന്? VSNL എന്ന് പറയുന്ന സ്ഥാപനം, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, 915 കോടി രൂപയ്ക്കാണ് ടാറ്റയ്ക്ക് കൈമാറിയത്. 6 മാസത്തിനകം ടാറ്റ അതിൻ്റെ 55% ഓഹരി കൈവശം വെച്ച് 45% 3000 പരം കോടി രൂപയ്ക്കാണ് വിറ്റത് ഈ സ്ഥാപനത്തെ. ഈ തരത്തിൽ കച്ചവടം നടത്തിയ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ആലോചിക്കേണ്ട, ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു യുക്തി വേണമെന്ന്. ബോണ്ടിലൂടെ പണം വരുന്നു, ആ പണത്തിന് പലിശ കൊടുക്കുന്നു. ഇവിടെ ഈ 2150 കോടി രൂപയും മാത്രമല്ല ഈ പറയുന്നതിനൊന്നും ഒരു തെളിവുമില്ല. ഞാനിപ്പോ നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇത്ര കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു പറയുന്നത് വെറും വൈൽഡ് അലിഗേഷൻ മാത്രം. തീർച്ചയായിട്ടും. ഇവിടെ നേരത്തെ മേരി ജോർജ് പറഞ്ഞത് ഇതിന്റെ CDPQ ഉദ്യോഗസ്ഥർ താജ് വിവാന്റയിൽ വന്ന് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തി എന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ ശ്രീമതി മേരി ജോർജ്? പത്രങ്ങളെല്ലാം അത് തന്നെ കൊട്ടിഘോഷിച്ചല്ലോ, മാധ്യമങ്ങൾ അതൊക്കെ കൊട്ടിഘോഷിച്ചല്ലോ. അപ്പൊ അത് തെളിവായിട്ട് സ്വീകരിക്കാൻ, അപ്പൊ നികേഷേ, അത് തെളിവായിട്ട് സ്വീകരിക്കാൻ പാടില്ലെങ്കിൽ നമുക്ക് മാധ്യമങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാവാത്തത് അവരിവിടെ വന്നോ സംസാരിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയട്ടെ. ഒരു ഇൻവെസ്റ്റർ എന്നുള്ളതിലേക്ക് അവരിവിടെ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അവരുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്ന ഒരു കമ്മീഷൻ ഇടപാടോ എന്തെങ്കിലും ഉണ്ട് എന്നൊരു ആരോപണം വരികയും അത് തെളിയിക്കപ്പെടുകയും ചെയ്യാത്തിടത്തോളം കാലം ഇവിടെ ഈ 9.72% പലിശ അത് കൂടുതലാണെന്നൊരു ആരോപണം ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല. കാരണം അന്തർദേശീയ ബോണ്ട് വിപണിയിലെ ഇപ്പോഴത്തെ നിരക്കുകൾ അനുസരിച്ച് BBB റേറ്റിംഗ് ഉള്ള ഒരു ബോണ്ടിന് സാധാരണഗതിയിൽ വരുന്ന പലിശ നിരക്ക് മാത്രമാണിത്. ഈ പലിശ നിരക്ക് അനുസരിച്ച് ഉള്ള നമ്മുടെ ബോണ്ടിൻ്റെ പ്രോസ്പെക്ടസ് കണ്ടിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് പലരും വാങ്ങിച്ചിരിക്കുന്നു. ഈ വാങ്ങിച്ചിരിക്കുന്നത് SNC ലാവലിൻ്റെ അല്ലെങ്കിൽ CDPQ മാത്രമല്ലല്ലോ. ഈ 2 വർഷം കൊണ്ട് 50,000 കോടി. ശ്രീമതി മേരി ജോർജ്, ഒറ്റ വാചകത്തിൽ ഈ 50,000 കോടി എന്നുള്ള ലക്ഷ്യം സാധൂകരിക്കാൻ നമുക്കാവുമോ? അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണോ? ഇപ്പോൾ ഒരു CDPQ വന്നു, ശരിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനം എന്നുള്ള നിലയിൽ പെൻഷൻ ഫണ്ട് വലിയ നിലയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ കയ്യിൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 20 ലക്ഷം കോടി രൂപയുടെ ഫണ്ട് ഇനിയും ബാക്കിയുണ്ട്. ആ 20 ലക്ഷം കോടി രൂപയിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നിട്ടുള്ളത്. അതുപോലെ മറ്റ് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഏജൻസികൾ കേരളത്തെ പോലൊരു ചെറിയ സംസ്ഥാനത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷനായി കണ്ട് ഇവിടെ നമ്മുടെ ഡിനോമിനേഷനിൽ വിശ്വാസം വേണം, നമ്മുടെ സോവറിൻ കരാറിൽ വിശ്വാസം വേണം, തുടങ്ങിയ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പിന്നെ ഈ പറയുന്ന 9.75 എന്ന് പറയുന്നത് 25 വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ സ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ച് അവർക്കൊരു ബോധ്യം വേണ്ടേ? തീർച്ചയായിട്ടും. ലോകത്തെ അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു നാണയമാണോ നമ്മുടേത്? അപ്പോൾ ഈ CDPQ വന്നതുപോലെ മറ്റൊരു ഏജൻസി വരാനിടയുണ്ടോ? അതുകൊണ്ട് ഗവൺമെന്റ് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ 50,000 കോടി എന്നുള്ള ആ സാധ്യത എത്ര കണ്ട് തെളിഞ്ഞു വരുമെന്നാണ് നമ്മുടെ അനുമാനം? എനിക്ക് അതായത് ഈ കഴിഞ്ഞ ബജറ്റിൽ 2019-20 ബജറ്റിൽ തന്നെ ഏകദേശം 40,000 കോടിക്കുള്ള കരാർ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും 50,000 കോടി എന്നുള്ളത് ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമായി കലാശിക്കാം. അങ്ങനെ കലാശിക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് ഇത് ഒരു ഗവൺമെൻറ്, അതായത് കിഫ്ബി അല്ല, കേരള ഗവൺമെൻറ്, അത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ലോകത്തിൻ്റെ മുൻപിൽ കാഴ്ചവെച്ച ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച കേരള ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റാണ് കിഫ്ബിയുടെ പുറകിലുള്ളത്. എല്ലാ കാലത്തും കേരള ഗവൺമെൻറ് ഉണ്ടാകുമല്ലോ. ഗവൺമെൻറ് ഒരു തുടർച്ചയാണ് എന്നതുകൊണ്ട് തന്നെ ആ ഗവൺമെൻറ് കിഫ്ബിയുടെ പുറകിലുണ്ട് എന്നതുകൊണ്ട് തന്നെ നല്ലവണ്ണം പരിശ്രമിക്കുകയാണെങ്കിൽ 50,000 കോടി സ്വരൂപിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അത് സ്വരൂപിക്കുമ്പോൾ നാം രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഈ ബോണ്ടിന്റെ പണം പോകാതെ ചെലവഴിക്കണമെന്നാണ്. ഒന്ന് ഈ ബോണ്ട് ഇത് ട്രാൻസ്ഫറബിൾ ആണ്. ഈ 25 വർഷക്കാലം ഇവർ കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ പോകുന്നില്ല. അവരിത് അതിനാണല്ലോ ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. ഈ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇത് വിറ്റുകൊണ്ടിരിക്കും, വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതൊന്ന്.
എന്താ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 50,000 കോടിയും ബോണ്ട് വഴി അല്ല സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. KSFEയുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ് ഞാൻ. KSFE പ്രവാസി ചിട്ടി വഴി അടുത്ത ഒരു വർഷത്തിനകം സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് 10,000 കോടി രൂപയാണ്. ആ 10,000 കോടി രൂപയും കിഫ്ബിയുടെ ഫണ്ടുകളിലേക്കാണ് നിക്ഷേപിക്കുക. അതുപോലെ നബാർഡ് അടക്കം ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പണം സമാഹരിക്കുന്നതിനെ കുറിച്ച് ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൽ ഒരു അതുപോലെ ഡയസ്പോറ ബോണ്ട് എന്ന് പറഞ്ഞ അടുത്ത ബോണ്ട് പ്രഖ്യാപിക്കാൻ പോകുന്നു. നമ്മുടെ പ്രവാസി മലയാളികളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ പ്രക്രിയ, അതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ വികസന പാത സൃഷ്ടിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി പണം എത്തുക, പണമെറിഞ്ഞ് പണത്തിൽ കൊള്ളിക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്രീ പ്രസാദ്. കാര്യത്തിൽ വിശദീകരണം തൃപ്തികരമാണ്. ഡോക്ടർ TM തോമസ് ഐസക്കിനെ ലഭിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ നമുക്കൊരു നഷ്ടമായി തോന്നുന്നത്. ശ്രീ VD സതീശൻ, ഒപ്പം തന്നെ ഡോക്ടർ മേരി ജോർജ് ന്യൂസ് നൈറ്റിൽ സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.